നമ്മുടെ വൺ പീസ് സീരിയലിൽ കുറേ ക്യാരക്ടേഴ്സ് വന്നും പോകും സ്ഥിരം ചെയ്യുന്നുണ്ട്. ഇനിയും കുറേ ക്യാരക്ടേഴ്സ് വരും. അപ്പം നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനായിട്ട് വന്ന എപ്പിസോഡിൽ ഏത് ക്യാരക്ടേഴ്സാണ് റിയലി സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് നിന്നിട്ട് ഒരു അൺബീറ്റഡ് ആയിട്ട് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ ഇന്ന് അതാണ് റിവീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിലൂടെ. അപ്പോൾ വീഡിയോയിൽ അവസാനം കാണിച്ചിട്ട് ഫസ്റ്റ് പൊസിഷൻ ഏത് ക്യാരക്ടറാണെങ്കിലും കൈകാര്യം ചെയ്ത് കണ്ടാൽ നമ്മൾ നിങ്ങൾക്ക് അന്തം വിട്ടും. സോ അത്രയും പവർഫുൾ ആയിട്ട് ക്യാരക്ടറാണ് നമ്മുടെ വൺ പീസിലുള്ളത്. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ വൺ പീസ് കണ്ടൻസും ആനിമ കണ്ടൻസും നമ്മുടെ ചാനൽ നമ്മൾ വരുന്ന ദിവസങ്ങൾ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും ബാക്ക് ടു ദി വീഡിയോ. സോ നമുക്ക് ആദ്യം നമ്മുടെ 10th പൊസിഷൻ ഏത് ക്യാരക്ടറാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. നമ്മുടെ 10th പൊസിഷൻ റീലി കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കൈഡോ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും റീലി കൈഡോ റീലി ഒരു മാക്സീവ് ആയിട്ടുള്ള ബോഡിയും ഫുൾ സെറ്റപ്പ് ആയിട്ട് നല്ലൊരു വേറെ ലെവൽ ഡെവൽ ഫ്രൂട്ട് കൈകാര്യം ചെയ്യുക. പുള്ളി എന്തിനാണ് 10th പൊസിഷൻ വന്നത്? അതേ കേസ് റീലി നമ്മുടെ കൈഡോക്കാളും റീലി പവർഫുൾ ആയിട്ട് ആൾക്കാർ നമ്മുടെ വൺ പീസ് റീലി വന്നു പോയിട്ടുണ്ട്. അതാണ് റീലി റീസൺ എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ കൈഡോയെ കുറിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, റീലി കൈഡോയ്ക്ക് റീലി ഒരു മാസീവ് ആയിട്ടുള്ള ബോഡി, നല്ല സ്ട്രക്ചർ, നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ജിം ആയിട്ടുള്ള സെറ്റപ്പ് ബോഡിയാണ് റീലി കൈഡോയ്ക്ക് ഉള്ളത്. നല്ല ഫിസിക്കൽ സ്ട്രെങ്താണ് ഇതിൽ കൈഡോ വഴിയിലേക്ക് പോകുന്നത്. പിന്നെ കൈഡോക്ക് ഒരു ഡെവൽ ഫ്രൂട്ട് പവറും ഉണ്ട്. അത് നമ്മുടെ കൈഡോ ഡെവൽ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഊവോ നോമി മോഡൽ സീരിയോ ആണ് റീല് നമ്മുടെ കൈഡോ ഡെവൽ ഫ്രൂട്ട്. അതാണ് ഒരു മിത്തിക്കലായിട്ടുള്ള സീരിയോ, ഒരു ഡ്രാഗൺ കൊളേഷ്യലായിട്ടൊരു ഡ്രാഗണിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ ആ ഒരു ഡെവൽ ഫ്രൂട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രം പോരായിട്ട് റീല് നമ്മുടെ കൈഡോയ്ക്ക് ഒരു കോൺക്ര ഹാക്കി, അവൻ കോൺക്ര ഹാക്കി പ്രോസസ് ചെയ്യുന്ന ഒരു ആൾ കൂടെയാണ് റീല് നമ്മുടെ കൈഡോ എന്ന് വെച്ചാൽ. നിങ്ങൾക്കറിയാം, നമ്മുടെ വാണോ ആർക്കി നടന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല അടിയാണ് എൻ്റെ പൊന്നുമാനെ. അതറിയാലോ, കണ്ടവർക്ക് റീലി കാര്യം അറിയാം. അപ്പോൾ നമ്മുടെ ഇനി 9th പൊസിഷൻ നോക്കാൻ മാറ്റം പറയാം. നമ്മുടെ 9th പൊസിഷൻ റീലി പൊസിഷൻ നമ്മുടെ സ്വന്തം ഹീറോ ആയ ലൂഫിയാണ് ഗൈസ്. അപ്പോൾ ലൂഫിയുടെ കേസ് നിങ്ങൾ വിചാരിക്കും ഇപ്പം ലൂഫി റീലി ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ പൊസിഷൻ വരേണ്ടതാണ്. ബട്ട് ഗൈസ് റീലി ലൂഫി 9th പൊസിഷനിലേക്ക് അർഹിക്കുന്നുള്ള രീതി. അപ്പം നമ്മുടെ ലൂഫിയുടെ കേസ് എടുക്കുക, ലൂഫി ആദ്യമേ ഡെൽ ഫ്രൂട്ട് ആയിരുന്നു. ഡെൽ ഫ്രൂട്ട് നമ്മുടെ സീരീസ് പണ്ടുള്ള പാരമേഷ്യറ്റായി ഡെൽ ഫ്രൂട്ട് ആണ്. ബട്ട് റീലി നമുക്ക് ഇപ്പം അറിയാം അതല്ല, ഒരു സൺ ഗോഡ് നിക്ക മീൻസ് സീറ്റോ ഹിട്ടോനോമി മോഡൽ സൺ ഗോഡ് നിക്കയുടെ ആ ഒരു ഡെവൽ ഫ്രൂട്ട് ആണ് നമ്മുടെ ലൂഫി പ്രോസസ് ചെയ്യുന്നത്. അത് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഡെവൽ ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റ് വരുന്ന 4 ഡെവൽ ഫ്രൂട്ട്സ് ഉണ്ട് റീലി. അതിനകത്ത് ഒരു ഡെവൽ ഫ്രൂട്ടിൻ്റെ ഓണറാണ് നമ്മുടെ ലൂഫി എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ലൂഫിയുടെ കേസ് അത് തന്നെയാണ് കേസ് നമ്മൾ പറയാനുള്ളത്. പിന്നെ നമ്മുടെ ലൂഫി വേറെ കാര്യം, നമ്മുടെ ലൂഫി 3 ഹാക്കീസ്, നമ്മുടെ കോൺകറർ ഹാക്കി, ഒബ്സർവേഷൻ ഹാക്കി ആൻഡ് ആർണമെൻറ്റ് ഹാക്കി 3 ഹാക്കിയും പ്രോസസ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ ലൂഫി. അപ്പോൾ ലൂഫി എത്രമാത്രം പവർഫുൾ ആണ് നമുക്ക് വിചാരിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ 8th പൊസിഷൻ നമ്മുടെ കൈകാര്യം നമ്മുടെ സെൻജോക്കു ആണ്. നമ്മുടെ ഫോർമർ ഫ്ലീറ്റ് അഡ്മിറലായിരുന്നു നമ്മുടെ സെൻജോക്കു. പിന്നെ നമ്മുടെ സെൻജോക്കു റീലി ഒരു ഡെവൽ ഫ്രൂട്ട് യൂസറാണ്. അത് നിങ്ങൾക്കറിയാം, നമ്മുടെ സീരീസ് തന്നെ അറിയാം. ഒരു ഹിട്ടോ നോമി മോഡൽ ഡയബിറ്റ്സു ആണ് റീലി നമ്മുടെ സെൻജോക്കുടെ ഡെവൽ ഫ്രൂട്ട് ആണ്. അപ്പം റീലി നല്ല എക്സ്പീരിയൻസ് ഉള്ള പുള്ളിയാണ് നമ്മുടെ ഫ്ലീറ്റ് അഡ്മിറൽ നമ്മുടെ സെൻജോക്കു. അത് അവനൊരു ഡെവൽ ഫ്രൂട്ടിൻ്റെ പവർ വെച്ചാൽ ജസ്റ്റ് ഒരു ഗോൾഡൻ, ഒരു ലാർജ് ഗോൾഡൻ ബുത്തയിലേക്ക് അവൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ബുത്ത റീലി പവർഫുൾ ആയിട്ട് കുറേ ഷോക്ക് വേവ്സും പോലുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് കാരണം മറ്റേ നമ്മുടെ ഇപ്പോൾ ഒപ്പോണം നയിച്ചിട്ട് പറന്നങ്ങ് പോകും. അതാണ് വളരെ പവർഫുൾ ആയിട്ടൊരു കാര്യമാണ് റീലി നമ്മുടെ ഫ്ലീറ്റ് അഡ്മിറൽ സെൻജോക്കു ഉള്ളത്. പിന്നെ നമ്മുടെ 7th പൊസിഷൻ നമ്മുടെ വരുന്ന നമ്മുടെ സ്വന്തം ഗാർപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പ, നമ്മുടെ ലൂഫിയുടെ ഗ്രാൻഡ് പ ഗാർപ്പാണ് ഗൈസ് നമ്മുടെ 7th പൊസിഷനിൽ കൈകാര്യം ചെയ്യുന്നത്. ഒരു സത്യം പറഞ്ഞിട്ട് റീലി പുള്ളി റീലി ഇതിനകത്ത് സീരീസ് ഒരു അഡ്മിറൽ ആയിട്ടാണ് പറഞ്ഞിരുന്നത്. ബട്ട് പുള്ളിയുടെ പവർ അഡ്മിറലിനേക്കാൾ ഫ്ലീറ്റ് അഡ്മിറൽ നമ്മുടെ സെൻജോക്കും ഈ നമ്മുടെ ഇപ്പം നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ മറൈൻ്റെ ആ ഒരു അഡ്മിറൽ കേസ്, ഫ്ലീറ്റ് അഡ്മിറൽ കേസ്, അവരെയൊക്കെ എന്തുകൊണ്ടും പവർഫുൾ ആയിട്ട് ഒരു വ്യക്തിയായിരുന്നു റീലി നമ്മുടെ ഗ്രാർപ്പ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിന് മെയിനായിട്ട് കാരണം പുള്ളിക്കാരൻ്റെ പ്യൂർ സ്ട്രെങ്ത്, പുള്ളിക്കാരൻ ഫിസിക്കലായിട്ടുള്ള നല്ല സ്ട്രെങ്താണ് പുള്ളിക്കാരൻ്റെ കാര്യം വെച്ചാൽ. പുള്ളിക്കാരൻ്റെ ഹാൻഡാണ് പുള്ളിക്കാരൻ മെയിൻ സ്ട്രെങ്ത് ആയിട്ട് പവർ വരുന്നത്. അത് മാത്രമല്ല പുള്ളിക്കാരൻ ഓൾ ദ ടൈപ്പ് ഓഫ് 4 ഹാക്കീസും നമ്മുടെ ആ ഒരു 4 ടൈപ്പ് ഓഫ് ഹാക്കിയും പുള്ളി റീലി പ്രോസസ് ചെയ്യുന്നത്. മാത്രമല്ല പുള്ളി നോൺ ഡെവൽ ഫ്രൂട്ട് യൂസറാണ്. അപ്പോൾ റീലി ഡെവൽ ഫ്രൂട്ട് യൂസേഴ്സിന് ഡിസഡ്വാൻറ്റേജ് അവർക്ക് ആ ഒരു വാട്ടർ സ്വിം ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ആ ഒരു അതിനേക്കാളും നല്ലതായിട്ട് 4 ഹാക്കി പുള്ളി പ്രോസസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നല്ല പ്യൂറായിട്ട് നല്ല ഹാർഡ് സ്ട്രെങ്ത് പുള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഒരു ഹയർ ഫ്ലീറ്റ്, അതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ആരും എതിർക്കാൻ പോകത്തത്. കാരണം അവർക്കറിയാം അവരെക്കാരും നല്ല പവർഫുൾ ആയിട്ടൊരു വ്യക്തിയാണ് റീല് നമ്മുടെ ഗാർപ്പ് എന്ന് വെച്ചാൽ. അതുകൊണ്ട് ആരും പുള്ളിക്കാരൻ അങ്ങനെ മെസ്സ് ചെയ്യാൻ വേണ്ടിയൊന്നും പോകാറില്ല. ഓക്കെ, പിന്നെ നമ്മുടെ 6th പൊസിഷൻ വരുന്നത് നമ്മുടെ വൈറ്റ് ബീഡ് ആണ്, അല്ലെങ്കിൽ എഡ്വേർഡ് ന്യൂഗേറ്റ്. അതായത് നമ്മുടെ വൈറ്റ് ബീഡ് ആണ് റീലി നമ്മുടെ എന്താ പറയുക, നമ്മുടെ വൺ പീസിൽ റൂൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ വൈറ്റ് ബീഡ് എന്ന്. ബട്ട് ഏസിൻ്റെ ആ ഒരു കേസൊക്കെ വന്നപ്പോൾ പുള്ളി പറയാമല്ലോ മരിച്ചു പൈസ. അപ്പോൾ നമ്മുടെ ട്രമ ഫ്രൂട്ടാണ് പുള്ളിക്കാരൻ്റെ റീലി ഫ്രൂട്ടായിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. ആ ഫ്രൂട്ട് ഒരു വെറൈറ്റി ഓഫ് പവറാണ് റീലി. എന്നാ പറയാം, നമുക്കത് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. വെറൈറ്റി ഓഫ് പവർ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് റീലി നമ്മുടെ ന്യൂഗേറ്റ് പ്രോസസ്സ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടെ ക്യാപ്റ്റനാണ്, വൈറ്റ് ബീഡ് ക്രൂവിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു നമ്മുടെ
എന്താ പറയുക, നമ്മുടെ എഡ്വേർഡ് ന്യൂഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ബീഡ് ആ ഒരു ക്രൂ വലിയ ക്രൂ, മാസീവായിട്ട് ക്രൂ ആയിരുന്നു. അതിന് തന്നെ മറ്റ് ക്രൂകൾ ജോയിൻ ചെയ്ത് അങ്ങനെ വലിയൊരു ക്രൂ ആയിരുന്നു റീല് നമ്മുടെ വൈറ്റ് ബീഡിന് ഉണ്ടായിരുന്നത്. ബട്ട് വൈറ്റ് ബീഡ് ഇസ് ഡെഡ്, യു നോ. അപ്പം നമ്മുടെ ഇനി ഫിഫ്ത്ത് പൊസിഷൻ വരുന്നത് നമ്മുടെ വൺ ആൻഡ് ഓൺലി കിങ് ഓഫ് ദ, അല്ലെങ്കിൽ നമ്മുടെ വൺ പീസിൻ്റെ ഓണർ, ദ കിങ് ഓഫ് പൈററ്റ്സ്, ദ ഫോർമർ കിങ് ഓഫ് പൈററ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് ടി റോജർ ആണ് ഗൈസ്. അതെ, അപ്പോൾ നമ്മുടെ ഗോൾഡ് ടി റോജർ റീലി നിങ്ങൾ തേർഡ് സെക്കൻഡ് അങ്ങനെ പൊസിഷൻ വരുന്നത്. ബട്ട് ഗൈസ് അതാണ് റീസൺ, നമ്മൾ വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫുള്ളായിട്ട്. അപ്പം നമ്മുടെ ഗോൾഡ് ടി റേജറിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഗോൾഡ് ടി റോജർ റീലി 3 ഹാക്കീസും റീലി പുള്ളി പൊസസ് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ റീലി ഒരു കോൺകർ ഹാക്കി മാസ്റ്റർ ആയിരുന്നു പുള്ളിക്കാരനെ വെച്ചാൽ. പിന്നെ ഒരു സോഡുണ്ട് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് നമ്മുടെ. പിന്നെ റോജർ പൈററ്റ് ക്രൂസിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു. റോജർ പൈററ്റ് ക്രൂസ് ക്യാപ്റ്റൻ ആണ് നമ്മുടെ ഗോൾഡ് ടി റോജർ എന്ന് വെച്ചാൽ. പിന്നെ നമുക്കറിയാമല്ലോ കിങ് ഓഫ് പൈററ്റ്സ്. അപ്പോൾ പുള്ളി എത്രമാത്രം പവർഫുൾ ആണ് നമുക്ക് കാണുമ്പോഴേ അറിയാം. നമ്മുടെ ആ ഒരു പുള്ളിക്കാരൻ്റെ പാസ്റ്റ് എടുക്കുക നോക്കുവാണ്, പുള്ളിയുടെ അത്രയും വലിയ പൈററ്റ് കിങ് ആവാൻ ആർക്കും സഹായിച്ചിട്ടില്ല. നമ്മുടെ ആ ഒരു സീരീസ് പോകുന്ന തന്നെ പുള്ളിയുടെ ആ ഒരു കാര്യം കൊണ്ടാണ് ദ വൺ പീസ് ഗൈസ്. ഓക്കെ, ഇനി നമുക്കിത് പറയാൻ പോകുന്നത് നമ്മുടെ 4th പൊസിഷൻ ചെയ്യുന്ന റോക്സിനെ കുറിച്ചാണ്. അപ്പം റോക്സിൻ്റെ റിയൽ നെയിം റോക്സ് ഡി എക്സ്ബെക്ക് എന്നാണ് റിയലി, അത് പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല. റിയലി റോക്സ് ഡി എക്സ്ബെക്ക് ആണ് ഞാൻ ഇവിടെ എഴുതി കൊടുത്തത്. സോ പുള്ളി റിയലി എന്ന് വെച്ചാൽ റോക്സ് പൈററ്റ്സിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു റിയലി റോക്ക് ടി എക്സ്. അപ്പം പുള്ളി നിങ്ങൾ വിചാരിക്കും ചെറിയൊരു പ്ലോട്ട് റിയലി സീരീസ് പുള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ഗൈസ് സീരീസ് പറഞ്ഞൊരു മെയിൻ കാര്യം വെച്ചാൽ നമ്മുടെ ഗാർപ്പും നമ്മുടെ ഗോൾഡ് ടി റോജർ, നിങ്ങൾക്ക് 2 മോസ്റ്റ് പവർഫുൾ പേഴ്സൺസ് ആണ് റിയലി. അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ആ യങ് കാലഘട്ടം, അവർ മെയിൻ ആയിരുന്ന ആ ഒരു കാലഘട്ടം ഫുൾ പവറും പോസസ് ചെയ്ത് നല്ല ചില്ലായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ റോക്സ് പൈററ്റ്സ് റിയലി ഒരു എനിമി ആയിട്ട് വന്നു. റിയലി നമ്മുടെ എന്താ പറയുക പ്രശ്നക്കാരായി വന്നു. ആ ഒരു സമയത്ത് ഇവർ രണ്ടും കൂടെ അലയൻസ് ചെയ്തിട്ട് മാത്രമായിരുന്നു അവർക്ക് ആ റോക്സ് പൈററ്റ്സിൻ്റെ ആ ക്രൂ റിയലി തോൽപ്പിക്കാൻ പറ്റിയുള്ളൂ. നമുക്കറിയാം റോക്സ് പൈററ്റ്സ് ക്രൂ റിയലി നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ആൾക്കാരായ നമ്മുടെ കൈഡോ റിയലി ഉണ്ടായിരുന്നു. എംബറർ ആയിട്ടുള്ള കൈഡോ റിയലി നമ്മുടെ റോക്സ് പൈററ്റ്സ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ മാത്രമാണ് നമ്മുടെ വൈറ്റ് ബീഡ് അല്ലെങ്കിൽ ന്യൂഗേറ്റ്, നമ്മുടെ എഡ്വേർഡ് ന്യൂഗേറ്റ് റിയലി റോക്സ് പൈററ്റ്സ് ഫോർമർ റോക്സ് പ്രൈസ് മെമ്പേഴ്സ് ആയിരുന്നു. അങ്ങനെ ഇവർ രണ്ട് മീൻസ് നമ്മുടെ ആ മെയിൻ 2 ആൾക്കാരുണ്ട്, നമ്മുടെ ഗാർപ്പും ഗോൾഡ് റീജും അലയൻസ് ചെയ്ത് മാത്രമേ നമ്മുടെ ആ റോക്സിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ആ ഒരു റീസൺ കാരണമാണ് റിയലി റോക്സ് 4th പൊസിഷൻ അർഹിക്കുന്നത്. ഇനി നമ്മുടെ തേർഡ് പൊസിഷൻ റിയലി പറഞ്ഞ റൂമയാണ്. റൂമയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം, ബിക്കോസ് സീരീസ് കാണുന്നവർക്ക് മെയിനായിട്ട് ആൾക്കാർക്ക് അറിയാം. പുള്ളി റിയലി സോർട്സ്മാൻ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ എന്തിനാണ് സോർട്സ്മാൻ ഈ ഒരു പൊസിഷൻ കൊടുത്തത്? ബിക്കോസ് പുള്ളിയെ അപ്പം നമ്മുടെ സോർട്സ്മാൻ്റെ മെയിലായ നമ്മുടെ നമ്മുടെ മീഹോക്കിനെ നോക്കുകയാണെങ്കിൽ മീഹോക്കിനെക്കാളും റിയലി നല്ല പവർ റിയലി നമ്മുടെ ആ ഒരു റൂമയ്ക്ക് ഉണ്ടായിരുന്നു. റൂമയുടെ ആ ഒരു കാലഘട്ടത്തിൽ കാരണം റൂമയുടെ ആ ഒരു സോഡ് മരുന്ന് നല്ല കണക്ഷൻ ആണ്. മീൻസ് ആ ഹാർട്ട് മീൻസ് ആ ലൈഫ് കണക്ഷൻ ആയിരുന്നു റിയലി റൂമയുടെ ആ സോഡും ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂമയ്ക്ക് ഒരു ഇഞ്ചുറിയും പറ്റാതെ നൈസായിട്ട് നന്നായിട്ട് പോയിരുന്ന ഒരു ആളായിരുന്നു റിയലി നമ്മുടെ റൂമ. ബട്ട് എന്തോ സം സിറ്റുവേഷൻ പോകണം റൂമ റിലീഫ് കാത്തി. ബട്ട് ഗൈസ് ഞാൻ പറയുന്നത് റൂമ ഇപ്പോഴും ഉണ്ട്. റൂമ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ സോർട്സ്മാർട്ട് ആയിരുന്നു. നമ്മുടെ മീഹോക്കൊന്ന് ആ വൈഡ് അലയിലോട്ട് പോകുമായിരുന്നു റിയലി പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ റീമേക്ക് റിയലി ഞാൻ 3rd പൊസിഷൻ കൊടുത്തിന്. ഇനി സെക്കൻഡ് പൊസിഷൻ വരുന്ന നമുക്കറിയാം ഇമ്മ്യൂനാണ്. ഇമ്മ്യൂണിൻ്റെ മെയിൻ കേസ് നിങ്ങൾക്കറിയാം. ഇമ്മ്യൂ റിയലി ഇപ്പോഴും അറിയത്തില്ല ഇമ്മ്യൂൺ എന്തൊക്കെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ബട്ട് ഗൈസ് ഇമ്മ്യൂൺ ഒരു മിത്തിക്കൽ സോൺ ടൈപ്പ് ഡെവൽ ഫ്രൂട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ റൂമേഴ്സ് ഒക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇമ്മ്യൂ റിയലി ഫോർസ് കൺട്രോൾ എന്നൊരു ഡെവൽ ഫ്രൂട്ട് ഉണ്ട്. വൺ ഓഫ് ദ 4 പവർഫുൾ സോൺ ടൈപ്പ് ഡെവൽ ഫ്രൂട്ട്സ് 1 പ്രോസസ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റിയലി ഇമ്മ്യൂ. പിന്നെ നമ്മുടെ ആ ഒരു വേൾഡ് ഗവൺമെൻറ് മെയിൻ ആളാണ് റിയലി ഇമ്മ്യൂ എന്ന് വെച്ചാൽ. അപ്പം എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി ഇമ്മ്യൂ ആണ്. പിന്നെ നമ്മുടെ ആ ഒരു ചെറിയൊരു സീൻ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ ആ ഒരു ലൈറ്റ്നിങ് റെയിൻ ആ ഒരു സാധനം കാണുമ്പോൾ അറിയാം റിയലി ഇമ്മ്യൂ എത്രമാത്രം പവർഫുൾ ആണ് നമുക്ക് കാണുമ്പോൾ അറിയാം. ഇമ്മ്യൂ ഇസ് വൺ ഓഫ് ദ ഭയങ്കര പവറാണ്. ഇത് കാണാൻ ചുമ്മാ പറയും ഇമ്മ്യൂ അങ്ങനെ ചുമ്മാ പറഞ്ഞു വിടാൻ പറ്റില്ല. റിയലി നല്ല പവർഫുൾ ആയിട്ടൊരു വ്യക്തിയാണ് റിയലി ഇമ്മ്യൂ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് പൊസിഷൻ വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജോയ് ബോയ്ക്കാണ്. അപ്പം ജോയ് ബോയ് റിയലി ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞേക്കുക ജോയ് ബോയ് റിയലി ഒരു പണ്ട് കുറേ കാലം മുമ്പ് റിയലി ആ ഗോൾഡി റോജിൻ്റെ സമയത്തൊക്കെ റിയലി ഉണ്ടായിരുന്നൊരു വ്യക്തി. അതിനൊക്കെ മുമ്പായിരുന്നു തോന്നുന്നില്ല ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു റിയലി നമ്മുടെ ജോയ് ബോയ് എന്ന് വെച്ചാൽ. അത് മാത്രമല്ല നമ്മുടെ ലൂഫി പോളേഴ്സസ് ചെയ്യുന്ന സൺ ഗോഡ് നിക്കയുടെ ഡെവൽ ഫ്രൂട്ടിൻ്റെ ഫോർമർ ആയിട്ടുള്ള ഓണറായിരുന്നു റിയലി ഗോൾഡി റോജർ എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്കറിയാം റിയലി സൺ ഗോഡ് നിക്ക വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഡെവൽ ഫ്രൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ആ ഒരു ഡെവൽ ഫ്രൂട്ട് ഇല്ലേ ആ ഒരു ലൂഫിയെക്കാരും വലിയ എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് നമ്മുടെ ജോയ് ബോയ് എന്ന് വെച്ചാൽ. അപ്പം ദാറ്റ് മീൻസ് റിയലി നമുക്കറിയാം ജോയ് ബോയ് ഇസ് വൺ ഓഫ് ദ എക്സ്ട്രീം പവർഫുൾ വ്യക്തി. നമ്മുടെ വൺ പീസ് പറഞ്ഞാൽ എക്സ്ട്രീം പവർഫുൾ വ്യക്തി വന്നു പോയിട്ടുള്ള എക്സ്ട്രീം പവർഫുൾ വ്യക്തിയാണ് നമ്മുടെ ജോയ് ബോയ് എന്ന് വെച്ചാൽ. ഇനിയും വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇത് മാത്രമല്ല ഇനിയും കുറേ ആൾക്കാർ വരാൻ സാധ്യത. വി ക്യാൻ സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ റിയലി നമ്മുടെ ജോയ് ബോയ് തന്നെയാണ്.
ജോബിയെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും റീലിൽ കുറേ കാര്യങ്ങൾ ഇനിയും എൻക്ലോസ് ആവാണ്ട് വരും. നമ്മുടെ മാംഗോ സീരീസിലൊക്കെ കാണുന്നുണ്ട് ഗൈസ്, ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ വരാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്, സബ്സ്ക്രൈബ്, ഫുൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ.